ഇക്കയുടെ ഒരു ഡ്രീം എന്താ? ഇനിയത്തെ എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ എന്താ? ഒന്നുമില്ല. ഇപ്പോ എങ്ങനെയൊക്കെ പോകുന്ന അങ്ങനെയൊക്കെ തന്നെ പോകണം. പോയാ മതിന്ന്. അതില് ആ തന്നെ ഹാപ്പിയാണ് ആ, ഇതല്ലേ? ഞാൻ ഹാപ്പി. ഞാൻ കിട്ടുന്നതിൽ തൃപ്തിപ്പെടുന്ന ആളാ. ഞാൻ ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യമുണ്ട്. ചെറുപ്പം മുതൽ നമ്മളോട് പറയും കുന്നോളം ആഗ്രഹിക്കണം. എന്നിട്ട് കുന്നിക്കുരോളെങ്കിലും ദൈവം കിട്ടും. തരാതിരിക്കലേ കിട്ടുന്നു. ഞാൻ നേരെ ഓപ്പോസിറ്റ്. ഞാൻ പന്നമോളോടായാലും എല്ലാവരോടും പറയുന്നത് നമ്മൾ കുന്നിക്കുരോളം ആഗ്രഹിക്കാൻ പാടുള്ളൂ. എന്നിട്ട് കുന്നോളം നേടിയെടുക്കണം. അങ്ങനെ കുന്നോളം നേടിയെടുത്ത ഒരാളാണ് ഞാൻ. ഞാൻ ഒരച്ഛൻ്റെ സ്ഥാനത്തായാലും ഇനിയിപ്പോൾ ഒരു കലാകാരനുള്ള നിലക്കും ഞാൻ നേടിയതൊക്കെ ഞാൻ ചിന്തിച്ചതിനേക്കാളും ഞാൻ ആഗ്രഹിച്ചതിൻ്റെ ഒരുപാട് മേലെയാണ്. ഒരുപാട് മേലെയാണ്. അപ്പോൾ ഇതന്നെ ഇന്ന് നിലനിന്ന് പോകണം എന്നുള്ളൊരാഗ്രഹം. മനസ്സിലായി. ഒന്നില്ലെങ്കിൽ ഒരു കലാരംഗത്തൊരു ഇപ്പം ഏകദേശം ഞാൻ ഒരു 20 വർഷത്തിൻ്റെ അടുത്തായില്ലേ, 10-18 വർഷം ഞാൻ നിൽക്കാൻ കഴിഞ്ഞില്ലേ. സർവൈവ് ചെയ്യണ്ടല്ലോ. അതെ. ഇപ്പോഴും നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ നമ്മളെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. നമ്മള് പണ്ടുണ്ടാക്കിയ പാട്ടുകളൊക്കെ ഇപ്പോഴും പിള്ളേര് പാടിക്കൊണ്ട് നടക്കുന്നു എന്ന് ഉണ്ട് പറയുന്നത് ഉണ്ട്. വലിയ ഇപ്പോൾ കാര്യമാണ്. ഞാൻ സ്കൂളുകളിൽ പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാൽ അവിടെ ഞാൻ കെട്ടിയ പെണ്ണ് പാട്ട് അവരാണ് ആവശ്യപ്പെടുന്നത്. അവരൊപ്പം പാടുന്നത്. ഞാൻ അന്ന് ജനിച്ചിട്ട് പോലും ഇല്ല കുട്ടികൾ. അതേമാതിരി ഇപ്പം എത്ര നാൾ വന്ന് നോക്കുമ്പോൾ ഒരു 2-3 തലമുറയുടെ പാട്ടായി മാറി എത്ര നാൾ. അപ്പോൾ ഇതിലൊക്കെ അപ്പുറം എന്താ നമ്മൾ കാണേണ്ട സ്വപ്നം? അതെ. ഓക്കെ, ഇനി ഇത് പാട്ടുകൾ ഏതൊക്കെയാ? പുതിയ പാട്ട് ഇനി കുറേ ഗാലറി വിഷൻ്റെ തന്നെ കുറേ പാട്ടുകൾ വരാനുണ്ട്. അത് ഇതിൽ പാടാൻ പറ്റൂല, ഇൻ്റർവ്യൂവിൽ. അങ്ങനെയുണ്ടോ? ആ പാടി കഴിഞ്ഞാൽ ആരെങ്കിലും നാളെ തന്നെ പാടിയിട്ട് വേക്കൻറ്റ് ചെയ്ത് നോക്കും. കുറേ അനുഭവങ്ങളുണ്ട്. എല്ലാം പോകുന്നു, അതിന്റെ വെയിറ്റ് പോകുന്നു. അതെ അതെ. ഓക്കെ, ഫൈനലി അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു പാട്ടും കൂടെ പാടാം. പക്ഷെ അതിന് മുന്നേ ഇപ്പൊ സിനിമയിൽ ഇക്കയുടെ പാട്ട് തന്നെ റീമാസ്റ്റർ ഇതൊക്കെ സംഭവം സിനിമാ പാട്ടായിട്ട് വന്നല്ലോ. പുതിയത് അത് മറ്റൊന്ന് വരുന്നുണ്ട്, ഡബ്ബമാല എന്ന് പറഞ്ഞിട്ട് നല്ലൊരു ആൽബം വരുന്നുണ്ട്. അതിന്റെ ലിറിക്സും മ്യൂസിക്കും ചെയ്തിട്ടുള്ള ഡാപ്സിയാണ്. ഓ, ഞാനും ഡാപ്സിയും കൂടിയിട്ട് പാടിയിട്ട് അങ്ങനെ ഒരു വലിയൊരു പ്രൊജക്റ്റ് വരുന്നുണ്ട്. ആ ഒരു സന്തോഷത്തിലാണ്. ഡാപ്സി എൻ്റെ അടുത്ത നാട്ടുകാരനാണ്. ഇപ്പം അടുത്താണ് മീറ്റ് ചെയ്യാനൊക്കെ പറ്റിയത്. അപ്പോൾ ആ ഒരു ഉടൻ പ്രതീക്ഷിക്കും. വേഗം വരും, ഉടനെ വരട്ടെ. ഈ സിനിമയില് പാട്ടുകൾ എഴുതാത്ത എന്താ? താല്പര്യമില്ലാണ്ടാണ്. താല്പര്യമില്ലേ? അല്ല, എനിക്കല്ല, അവർക്കില്ലാത്തതുകൊണ്ട്. എന്നെ വിളിച്ചാലല്ലേ ഞാൻ എഴുതാൻ പറ്റുള്ളൂ. അതാണല്ലോ പണ്ടത്തെ കുരുത്തം കിട്ട പോയി തീരാറായപ്പോഴത്തേക്കും. അതെ, നമ്മളെ തേടി വരും. വരട്ടെ. സീനാണോ? അല്ലാണ്ട് ഡാബ്സ് ഒക്കെ വർക്ക് ചെയ്യല്ലേ? ഫിലിമില് എന്റെ 1-2 പാട്ടുകൾ ഇപ്പൊ വരും ഇപ്പൊ അടുത്ത്. നമ്മൾ പാടി വെച്ച ആ പാട്ടുകൾ തന്നെ. അതിലപ്പുറം പിന്നെ പുതിയ പാട്ടുകൾ എത്ര നാള് പോലെ തന്നെ വേറെ പാട്ടുകൾ സിനിമയിൽ യൂസ് ചെയ്ത് വരുന്നുണ്ട്. ഓ നൈസ്. 1-2 പാട്ട് ഇപ്പൊ വരും. അങ്ങനെ സിനിമയിലും അല്ലാണ്ടും ഒക്കെ ഒരുപാട് പാട്ടുകൾ വരട്ടെ. നിങ്ങൾ